കണ്ടില്ലേ, ഇനി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ പിക്ചറിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? എപ്പോഴും അതുകൊണ്ട് അവരോട് റെസ്പെക്റ്റ് ആയിരിക്കണം. കാരണം അവർ ആണ് നമ്മൾ അവരെക്കാൾ മുമ്പിലാണല്ലോ, അല്ലെങ്കിൽ മുമ്പിൽ ഇനിയും ആയിപ്പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് ഭയന്നിട്ട് അവർ ഓരോ കാര്യങ്ങൾ അങ്ങനെ ആയി മാറുന്നത്. എങ്ങനെയായി മാറുന്നു? ഹെയ്റ്റേഴ്സായി മാറുന്നത്. പറഞ്ഞതേ ഉള്ളൂ, പട്ടി കുറച്ചു. പിന്നീട് അപ്പോൾ അവരോട് എപ്പോഴും നമ്മൾ റെസ്പെക്റ്റാണ് വേണ്ടത്. അല്ലാതെ അവരങ്ങനെ കാണിക്കുന്നു, അവരിങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളാണ് അവിടെ തീർന്നുകൊണ്ടിരിക്കുന്നത്. പകുതി മുക്കാൽ തീർന്നു. അപ്പം ഇനി വേണ്ടത് അവർക്ക് നമ്മളോട് അവർക്കില്ലാത്ത പല ഗുണങ്ങളും നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരിങ്ങനെ കാണിക്കുന്നത്. എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ മത്സരിക്കാറില്ല, എവിടെയും ഞാൻ മത്സരിക്കാറില്ല. പക്ഷെ ഇപ്പം എനിക്ക് പണ്ടത്തെ ജീവിതം വെച്ച് നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും പെട്ടുപോയതാണെങ്കിൽ ആ മത്സരബുദ്ധി ഇല്ലാഞ്ഞതുകൊണ്ടായിരിക്കാം. പക്ഷേ അത് വേറൊരു അനുഗ്രഹത്തിനാണ്. അങ്ങനെയും ഉണ്ട്. നമ്മളെ ലൈഫാണല്ലോ നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മത്സരിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ നമ്മുടെ വർക്ക് ചെയ്തു പോയാൽ മാത്രം മതി. അല്ലാതെ നമ്മൾ മറ്റൊരാളെ നോക്കി, മറ്റൊരാളുടെ ജീവിതമല്ല നമ്മുടെ ജീവിതം. ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ മോൻ്റെ ജീവിതമല്ല എൻ്റെ ജീവിതം. അതുപോലെയാണ് ഓരോരുത്തരുടെയും കാര്യം.